Good morning. Today's topic is PHP objects and database connection. Today we are going to discuss about how to define an object in PHP and MySQL database connection with the PHP. Okay. First, define a class. A class is defined by using the class keyword. Here, Java അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ നിങ്ങൾ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ ക്ലാസ് കീവേഡ് വെച്ചിട്ടാണ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോളോഡ് ബൈ ഇറ്റ്സ് നെയിം. ക്ലാസ് സ്റ്റുഡൻറ്, ക്ലാസ് കോളേജ്, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്ലാസ് കീവേഡിന് ഫോളോ ചെയ്തിട്ട് ക്ലാസ്സിന് എന്താണോ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നെയിം കൊടുത്തിട്ടുണ്ടാവും. യൂസർ സ്പെസിഫൈഡ് നെയിം ആണ്. എന്ത് നെയിം വേണമെങ്കിലും നമുക്ക് ക്ലാസ്സിന് കൊടുക്കാം. മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ എന്തിനെ പറ്റിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നെയിം നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സിന് കൊടുക്കും. ആൻഡ് പെയർ ഓഫ് കേളി ബ്രേസസ്. കേളി ബ്രേസസിന്റെ ഉള്ളിലാണ് ക്ലാസിന്റെ ബോഡി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഗോ ഇൻസൈഡ് ദ ബ്രേസസ്. ഈ ക്ലാസിന്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസും അതുപോലത്തെ മെത്തേഡ്സ് ഒക്കെ ബ്രേസസിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. സിന്റാക്സ് നോക്കാം. PHP കോഡ് ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ക്ലാസ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലാസ് എന്നുള്ളത് കീവേഡ് ആണ്. ഫ്രൂട്ട് എന്നുള്ളത് യൂസർ സ്പെസിഫൈഡ് ആയിട്ടുള്ള നെയിം ആണ്. ദെൻ കേളി ബ്രേസസ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കോഡ് കൊടുക്കാം. ഇവിടെ ഞാൻ കമന്റ് ആയിട്ട് കോഡ് ഗോസ് ഹിയർ എന്ന് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദെൻ ഡിഫൈൻ ഒബ്ജക്റ്റ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യലാണ് അല്ലെ. അപ്പൊ ക്ലാസ്സസ് ആർ നത്തിങ് വിത്തൗട്ട് ഒബ്ജക്റ്റ്. വെറുതെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഒബ്ജക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ക്ലാസ്സിനൊരു മീനിങ് വരുന്നത്. വി ക്യാൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഒബ്ജക്ട് ഫ്രം എ ക്ലാസ്. ഒരു ക്ലാസിന്റെ അകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് S1 S2 S3 അങ്ങനെ നിങ്ങൾക്ക് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഒബ്ജക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലാസിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Each object has all the properties and methods defined in the class. ഒരു ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസിന്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ മെത്തേഡ്സും ഒബ്ജക്ട്സിനും അവൈലബിൾ ആയിരിക്കും. ബട്ട് they will have different property values. അപ്പോൾ ഡിഫറെന്റ് പ്രോപ്പർട്ടി വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് S1 ഇപ്പോൾ നെയിം ഏജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഒരു നെയിമും ഏജും ആയിരിക്കും. S2 വേറെ ആയിരിക്കും, S3 വേറെ ആയിരിക്കും. അപ്പോൾ ഡിഫറെന്റ് പ്രോപ്പർട്ടി വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസും മെത്തേഡ്സും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എല്ലാ ഒബ്ജക്ട്സിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒബ്ജക്ട്സ് ഓഫ് ക്ലാസ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ദ ന്യൂ കീവേഡ്. നിങ്ങൾ ജാവയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ന്യൂ കീവേഡ് വെച്ചിട്ടാണ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളിൻ്റെ അകത്ത് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആയിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഓരോ ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ ക്ലാസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം നോക്കാം. ക്ലാസ് ഫ്രൂട്ടിന് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ പ്രോപ്പർട്ടി ആണ് പബ്ലിക് $name കൊടുത്തിട്ടുണ്ട്. അതായത് നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, സെറ്റ് നെയിം അതുപോലെ തന്നെ ഗെറ്റ് നെയിം. അപ്പൊ സെറ്റ് നെയിമിന്റെ അകത്ത് നോക്കുക എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാക്കറ്റിന്റെ ഉള്ളൊരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ കോൾ ചെയ്യുന്ന സമയത്ത് ആ പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദിസ് നെയിം കൊടുത്തിട്ട്, അതായത് കറന്റ്ലി ഉള്ള ഇൻസ്റ്റൻസ്, നിങ്ങൾ ഏത് ഇൻസ്റ്റൻസ് ആണ് നിങ്ങളുടെ ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാം? ദിസ് കീവേഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് നിങ്ങൾ ജാവയിലോ CPP-ലോ ഒക്കെ ദിസ് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ദിസ് കീവേഡ് എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പാസ് ചെയ്യുന്ന ഇൻസ്റ്റൻസിന്റെ ദിസ്, അതിന്റെ നെയിം എന്ന് പറയുന്നത് ഈ നിങ്ങൾ പാസ് ചെയ്ത $name ആണ്. അതുപോലെ തന്നെ ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് നെയിം എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അത് നോക്കുക, റിട്ടേൺ ദിസ് നെയിം, അതായത് ഇപ്പോഴത്തെ ഇൻസ്റ്റൻസിന്റെ നെയിം റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ നെയിമിനെ റിട്ടേൺ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ന്യൂ കീവേഡ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റിന്റെ പേരാണിത്, $apple എന്ന് പറയുന്നത്. ആപ്പിൾ ഈക്വൽ ടു ന്യൂ നിങ്ങളുടെ ക്ലാസിന്റെ പേര് ഫ്രൂട്ട്.
അപ്പോൾ $apple എന്ന് പറയുന്നതാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ ഇൻസ്റ്റൻസ്. അത് ഈക്വൽ ടു ന്യൂ കീവേഡ് കൊടുത്തു, ദെൻ നിങ്ങളുടെ ക്ലാസിന്റെ പേര്. അതാണ് എൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിളിന്റെ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിന് സെറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യണം, മെത്തേഡിനെ കോൾ ചെയ്യണം. അപ്പോൾ നോക്കുക, ആപ്പിള് ഈ ഒരു ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഹൈഫണും ഗ്രേറ്റർ ദാൻ സിമ്പിളും ആണ്. ശരിക്കും അതൊരു എയറോ മാർക്കിന്റെ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് നെയിം എന്ത് ചെയ്യുന്നു, ആപ്പിൾ എന്ന് പറയുന്ന നെയിം കൊടുക്കുന്നു. അപ്പൊ ഈ ആപ്പിൾ എന്ന് പറയുന്ന നെയിം വെച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നേരെ ഏത് ഫംഗ്ഷനിലേക്ക് പോകും, ഈ ഫംഗ്ഷനിലേക്ക് പോകും. ഇവിടെ ഈ $നെയിമിന്റെ പൊസിഷനിലേക്ക് ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പൊ ദിസ് എന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്ന ക്ലാസ് ആണ്. അപ്പൊ ആപ്പിൾ ഡോട്ട് നെയിം ഈക്വൽ ടു നിങ്ങൾ ഈ പാസ് ചെയ്ത ആപ്പിൾ എന്ന് പറയുന്ന നെയിം ഇവിടത്തേക്ക് വരും. മനസ്സിലായില്ലേ? ദിസ് എന്ന് പറയുന്നത് കറന്റ് ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റൻസ് ആണ്, കറന്റ് ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്ട്. അപ്പൊ ആപ്പിൾ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട്. ദെൻ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ആണ്. ആപ്പിൾ നിങ്ങൾ ജാവയിലാണെങ്കിൽ ആപ്പിൾ ഡോട്ട് നെയിം എന്ന് കൊടുക്കും. ഇപ്പൊ ഇതാണ് ഓപ്പറേറ്റർ. അപ്പൊ ആപ്പിൾ നെയിം ഈക്വൽ ടു നിങ്ങൾ പാസ് ചെയ്ത് ഇവിടെ പാസ് ചെയ്ത നെയിം ഏതാ, ആപ്പിൾ എന്ന് വരും. ദെൻ അടുത്തത് എക്കോ സ്റ്റേറ്റ്മെന്റ് ആണ്. എക്കോ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക, ആപ്പിൾ ഗെറ്റ് നെയിം തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പോകും. ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ദിസ് നെയിം, അതായത് ദിസ് നെയിമിനകത്ത് എന്താ ഉള്ളത്, ഇപ്പം ഈ ദിസ് നെയിമിൻ്റെ അകത്ത് ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന നെയിമാണ് ഉള്ളത്. അപ്പൊ ആ ആപ്പിൾ എന്ന് പറയുന്ന നെയിം എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടത്തേക്ക് എന്ത് വരും, ആ ആപ്പിൾ എന്ന് പറയുന്ന നെയിം വരും. ആ നെയിം എന്ത് ചെയ്യും, എക്കോ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രിന്റ് ചെയ്യും. അതാണ് പ്രോഗ്രാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ മെത്തേഡ്സിനെ എങ്ങനെ കോൾ ചെയ്യാം, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡാറ്റാബേസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഹൗ ടു കണക്ട് ടു MySQL ഡാറ്റാബേസ് യൂസിങ് PHP ആൻഡ് ഡാറ്റാബേസ് കണക്ഷൻ ആണ്, MySQL ഡാറ്റാബേസ് കണക്ഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നോക്കാം, ബിഫോർ യു ക്യാൻ ഗെറ്റ് കണ്ടന്റ് ഔട്ട് of your MySQL database, you must know how to establish a connection to MySQL from inside a PHP script. അതായത് നമ്മളിപ്പോൾ ഡാറ്റാബേസ് ഉണ്ട്, അതുപോലെ തന്നെ PHP പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഡാറ്റാബേസിൻ്റെ അകത്ത് നിന്ന് PHP പ്രോഗ്രാമിലേക്ക് ഡാറ്റ എങ്ങനെ എടുക്കണം എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് രണ്ടും തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പഠിക്കണം. PHP കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ HTML കോഡ് പോലെ നോട്ട് പാഡിൽ എഴുതുന്ന ഒരു കോഡാണ്. നോട്ട് പാഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈനിങ് എൻവയോൺമെന്റിൽ എഴുതുന്ന ഒരു കോഡാണ്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ബാക്ക് എൻഡ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ പ്രോഗ്രാമും ഡാറ്റാബേസും നമ്മൾ എന്തുണ്ടാക്കണം, ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ടു പെർഫോം ബേസിക് ക്വറീസ് ഫ്രം വിത്തിൻ MySQL ഈസ് വെരി ഈസി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ദിസ് ആർട്ടിക്കിൾ വിൽ ഷോ യു ഹൗ ടു ഗെറ്റ് അപ്പ് ആൻഡ് റണ്ണിങ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എന്തൊക്കെയാണ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടത്, എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. Let's get started. The first thing to do is connect to the database. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡാറ്റാബേസുമായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ the function to connect MySQL is called MySQL connection. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. MySQL connect എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. This function returns a resource which is a pointer to the database connection. അപ്പോൾ നമ്മൾ MySQL കണക്ട് എന്ന് വെച്ചിട്ടൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസോഴ്സ് കിട്ടും. ആ റിസോഴ്സ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് കണക്ഷന്റെ പോയിന്റർ ആണ്. ആ പോയിന്റർ വെച്ചിട്ടാണ് ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡാറ്റാബേസ് ഹാൻഡിൽ. വിൽ യൂസ് ഇറ്റ് ഇൻ ലേറ്റർ ഫംഗ്ഷൻ. അതായത് ഡാറ്റാബേസിന്റെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡാറ്റ അതിൻ്റെ അകത്ത് നിന്ന് ആക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഇതിന്റെ ഒരു പോയിന്റർ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ കോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് ഡാറ്റാബേസിന്റെ കണക്ഷൻ കൊടുക്കുന്നതിന്റെ കോഡാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസർ നെയിം, പാസ്വേഡ്, ഹോസ്റ്റ് നെയിം, ഇത്തിരി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. യൂസർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയിം, എന്തെങ്കിലും ഒരു യൂസർ നെയിം കൊടുക്കാം. ഒതന്റിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റാബേസ് കണക്ഷന്റെ ഒതന്റിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസർ നെയിം, അതുപോലെ തന്നെ യൂസർ പാസ്വേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ്, അത് എപ്പോഴും ലോക്കൽ ഹോസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ദെൻ കണക്ഷൻ നോക്കുക, ഇതാണ്
MySQL connect എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതാണ് അതിന്റെ പോയിന്റർ എന്ന് പറയുന്നത്. DB ഹാൻഡിൽ എന്ന് പറയുന്ന ഈ പോയിന്റർ ആണ് നമുക്ക് അതിന്റെ റിസോഴ്സ് ഒബ്ജക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ DB ഹാൻഡിലാണ് കിട്ടുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ DB ഹാൻഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ DB ഹാൻഡിൽ ഈക്വൽ ടു MySQL കണക്ട്. ഇത് ഇങ്ങനെ തന്നെ എഴുതണം. ഇത് ആ MySQL കണക്ട് ഫംഗ്ഷൻ ആണ്. ദെൻ ഹോസ്റ്റ് നെയിം, അതായത് നിങ്ങളെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഹോസ്റ്റ് നെയിം ഇവിടത്തേക്ക് വരും. യൂസർ നെയിം പാസ്വേഡ് അത് ഓപ്ഷണൽ ആണ്, അത് ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാന്നുള്ള ഒരു കീഴിലാണ് വരുന്നത്. ദെൻ ഓർ ഡൈ, ഇപ്പൊ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എന്താ ഒരു എറർ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത്. അണേബിൾ ടു കണക്ട് ടു MySQL, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അണേബിൾ ടു കണക്ട് ടു MySQL എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ എന്ത് വരും, എക്കോ കണക്റ്റഡ് ടു MySQL, കണക്ട് ചെയ്തു എന്നിട്ടൊരു മെസ്സേജ് വരും. അപ്പൊ ഇതാണ് ഡാറ്റാബേസ് കണക്ഷൻ കൊടുക്കുന്നതിന്റെ കോഡ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ കണക്റ്റഡ് ടു MySQL വെൻ യു റൺ ദി സ്ക്രിപ്റ്റ്, നിങ്ങൾ കറക്റ്റ് ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, കണക്റ്റഡ് ടു MySQL എന്ന് പറഞ്ഞ മെസ്സേജ് എക്കോ ചെയ്ത് വരും. ഇഫ് യു കാൺട്ട് കണക്ട് ടു ദ സെർവർ മേക്ക് ഷുവർ യുവർ പാസ്വേഡ് യൂസർ നെയിം ആൻഡ് ഹോസ്റ്റ് നെയിം കറക്റ്റ്. അഥവാ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡോ യൂസർ നെയിമോ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിമോ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ കൊടുത്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വൺസ് യു ആർ കണക്റ്റഡ് യു ആർ going to want to select a database to work with. നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം അല്ലേ. ഏത് ഡാറ്റാബേസ് ആണെങ്കിലും ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം. ലെറ്റ്സ് അസ്യൂം സം ഡാറ്റാബേസ് കോൾഡ് എക്സാമ്പിൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അസ്യൂം ചെയ്യാം. ടു സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദിസ് ഡാറ്റാബേസ് യു വിൽ നീഡ് ടു MySQL select DB എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റാബേസിന് ചൂസ് ചെയ്യലാണ്. നമ്മളിവിടെ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ ഓൾറെഡി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. കണക്ഷന്റെ DB ഹാൻഡിൽ എന്ന് പറയുന്നൊരു പോയിന്റർ നമുക്ക് കിട്ടി. ദെൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഡാറ്റാബേസ് ഏത് ഡാറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് സെലക്ട് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് MySQL select DB എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നോക്കാം, എക്സിക്യൂട്ട് ദ SQL query and return records. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ട് ഡാറ്റാബേസ് ഫോർ വർക്ക് വിത്ത്, അത് നോക്കാം. $selected എന്ന് പറയുന്നൊരു വേരിയബിളിലേക്കാണ് ഇത് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ ആണ് വരിക. അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സെലക്ട് DB നോക്കാം. MySQL select DB എക്സാമ്പിൾസ് എന്ന് പറയുന്നതാണ് DBന്റെ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് DB എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ DB ഹാൻഡിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോയിന്റർ ആണ് അല്ലെ. ഡാറ്റാബേസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത പോയിന്റർ ആണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാബേസ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയെങ്കിൽ സക്സസ് ആയിരിക്കും. അല്ലെങ്കിൽ ഓർ ഡൈ കുഡ് നോട്ട് സെലക്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്ന എറർ മെസ്സേജ് പ്രിന്റ് ചെയ്ത് തരണം. അപ്പോൾ നൗ ദാറ്റ് യു ആർ കണക്റ്റഡ് ലെറ്റ്സ് ട്രൈ ആൻഡ് റൺ സം queries. ദ ഫംഗ്ഷൻ യൂസ് ടു പെർഫോം queries ഈസ് നെയ്മഡ് MySQL query. അതായത് നമ്മളിപ്പം കണക്ഷൻ ശരിയായ രീതിയിലാണെങ്കിൽ DB സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ DB സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, MySQL query എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വാല്യൂസ് സെലക്ട് ചെയ്യാനോ ഇൻസേർട്ട് ചെയ്യാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് MySQL query യൂസ് ചെയ്യാം. The function returns a resource that contains the result set of the query called result set. ഇപ്പോൾ നമ്മൾ MySQL queryന്റെ അകത്ത് select star from examples എന്നോ അല്ലെങ്കിൽ select star from students എന്നോ പറഞ്ഞിട്ടാണ് query കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിസൾട്ട് സെറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ to examine the result we are going to use MySQL fetch array. നമ്മൾ കിട്ടുന്ന റോ വാല്യൂസ് ഉണ്ടാവില്ല, ഓരോ ടേബിളിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്ത റോ വാല്യൂസ് ഉണ്ടാവും. ആ റോ വാല്യൂസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് MySQL fetch array എന്ന് പറയുന്ന ഫംഗ്ഷൻ, which returns the result row. ഓരോ റോ ബൈ റോ ആയിട്ട് റിസൾട്ട് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കംപ്ലീറ്റ് ഇൻ ദി കേസ് query that doesn't return result, resource that the function returns simply a value true or false. അതായത് ഇനി റിട്ടേൺ റിസൾട്ട് സെറ്റിലൊന്നും വന്നിട്ടില്ല എങ്കിൽ എന്താ വരിക, ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക.
എ കൺവീനിയന്റ് വേ ടു ആക്സസ് എല്ലാ റോ വാല്യൂസും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത് വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്.